ഗാബ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ലീഡിനായി പൊരുതുകയാണ്. തുടക്കത്തിലെ 3 വിക്കറ്റ് വീണ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 39 റൺസ് മാത്രമേ ഇപ്പോഴുള്ളൂ. ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 445 റൺസിന് ഓൾ ഔട്ടായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേർന്നു. അനിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മൂന്നാം ടെസ്റ്റിലും ഇന്ത്യ പതറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് രാവിലെ ഓസ്ട്രേലിയയെ 445 റൺസിന് ഓൾ ഔട്ട് ആക്കിയിരുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 45 റൺസ് കൂടി മാത്രമാണ് 40 റൺസ് കൂടി മാത്രമാണ് ഓസ്ട്രേലിയയ്ക്ക് സ്കോർ ബോർഡിൽ എത്തിക്കാൻ സാധിച്ചത്. 3 വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യക്ക് വലിയൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കേണ്ടിയിരുന്നു, പക്ഷേ അതുണ്ടായില്ല. തുടക്കത്തിലെ തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. യശസ്വി ജയ്സ്വാൾ 4 റൺസ് എടുത്ത് ആദ്യം തന്നെ പുറത്തായി. തൊട്ട് പിന്നാലെ ശുഭ്മാൻ ഗില്ല് പുറത്താവുന്നു 1 റൺസിന്. അതിനുശേഷം വിരാട് കോഹ്ലി, ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി 1 റൺസിനാണ് പുറത്തായത്. 3 റൺസിനാണ് വിരാട് കോഹ്ലി പുറത്തായത്. കോഹ്ലിയുടെ ബാറ്റിങ്ങിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കോഹ്ലി നിരന്തരം പുറത്താവുന്നത് എത്തരത്തിലാണോ ആ തരത്തിൽ തന്നെയാണ് ഇന്നും പുറത്തായത്. ഡ്രൈവിന് ശ്രമിക്കുന്നു, സ്ലിപ്പിലോ അല്ലെങ്കിൽ കീപ്പർക്കോ ക്യാച്ച് കൊടുക്കുന്നു. ഇന്ന് അലക്സ് ക്യാരി വിക്കറ്റ് കീപ്പർക്കാണ് ക്യാച്ച് കൊടുത്തത്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് കൈഫ്, മുൻ ഇന്ത്യൻ താരം, ഇതിനെ വിമർശിച്ചിരുന്നു. വെറും 2 ടെസ്റ്റ് കണ്ട ആൾക്ക് പോലും ഒരുപക്ഷെ കോഹ്ലിയെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളത് അറിയാമെന്നാണ്. അത് അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കോഹ്ലിക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. നായകൻ രോഹിത് ശർമ്മയ്ക്കെതിരായ വിമർശനം ഒരു വശത്ത് നടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്കെതിരെയും ബാറ്റിങ്ങിനെതിരെയും വിമർശനം നടക്കുന്നു. ഒപ്പം തന്നെ വിരാട് കോഹ്ലിക്കെതിരായ വിമർശനവും കടുക്കുകയാണ്. ഇരു താരങ്ങളും ഒരുപക്ഷെ റിട്ടയർമെൻറ്റിലേക്ക് പോകണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഈ 2 താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാവാത്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും സമീപകാല ഫോം നോക്കുകയാണെങ്കിൽ തലമുറ മാറ്റത്തിൻ്റെ സമയമായി എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. സമീപകാല ടെസ്റ്റുകളിൽ ഏറ്റവും മോശം പ്രകടനമാണ് ഇരു താരങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോഹ്ലിക്ക് 1 സെഞ്ചുറി ഉണ്ടായിട്ടുള്ള കാര്യം മറക്കുന്നില്ല ആദ്യ ടെസ്റ്റിൽ. എന്തായാലും ഇന്ത്യക്ക് വലിയ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 39 റൺസ് എന്ന നിലയിലാണ് മത്സരം. ഇപ്പോൾ മഴ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് വരുന്ന ബാറ്റർമാർ ഇപ്പോഴുള്ള രാഹുലും ഋഷഭ് പന്തും പിന്നാലെ വരുന്ന രോഹിത് ശർമ്മയും വലിയ ഇന്നിങ്സ് കളിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് അടക്കം വലിയ വെല്ലുവിളിയാകും. ഈ ടെസ്റ്റിലും ഇന്ത്യ വലിയൊരു തോൽവിയിലേക്ക് ഒരുപക്ഷെ പോയേക്കാം എസ് കെ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.